ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. അങ്ങനെ പിറന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. വസുന്ധര സന്തോഷത്തോടെ കേക്ക് മുറിക്കുമ്പോൾ മുകളിൽ നിന്നും വിഷമത്തോടെ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ് അഖിലും ശ്യാമയും. അങ്ങനെ വസുന്ധര എല്ലാവർക്കും കേക്ക് കൊടുക്കുമ്പോൾ അഖിൽ പറയുകയാണ്, ശ്യാമേ താൻ പോയാ ഗിഫ്റ്റ് എടുത്തിട്ട് വാ. അങ്ങനെ ശ്യാമ ഗിഫ്റ്റ് എടുത്തുകൊണ്ടുവന്ന് അഖിലും ശ്യാമയും കൂടി വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അമ്മയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ വസുന്ധരയ്ക്ക് നേരെ സമ്മാനം വെച്ച് നീട്ടുകയാണ്. തുടർന്ന് വസുന്ധര അത് വാങ്ങിയിട്ട് പറയുകയാണ്, വിളിച്ചിട്ട് വരുന്നവരെയും പിന്നെ എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് മാത്രമേ ഞാൻ സമ്മാനങ്ങൾ സ്വീകരിക്കാറുള്ളൂ. വിളിക്കാതെ വരുന്നവര് തരുന്നതെല്ലാം വാങ്ങാനേ അത്ര ദരിദ്രയല്ലേ ഈ വസുന്ധര. അത്രയും പറഞ്ഞുകൊണ്ട് വസുന്ധര ശ്യാമയുടെ സമ്മാനം ദൂരേക്ക് വലിച്ചെറിയുകയാണ്. വസു എന്ന് ദേഷ്യത്തോടെ വർമ്മ വിളിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, പിന്നല്ലാതെ അവളെന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആനന്ദേട്ടൻ കണ്ടില്ലേ. നിങ്ങളെ ഇനി പ്രത്യേകിച്ച് തോൽപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയിലൂടെ തന്നെ നിങ്ങൾ തോറ്റു കഴിഞ്ഞിരിക്കുകയാണ്. അഖി എന്ന് വർമ്മ വിളിക്കുമ്പോൾ ശ്യാമയെ ചേർത്ത് നിർത്തി അഖിൽ പറയുകയാണ്, ഈ പാവം കൂട്ടിച്ചേർത്ത് വെച്ചിരുന്ന പൈസ കൊണ്ടാ ആ ഗിഫ്റ്റ് മേടിച്ചത്. അതിനെയാണ് ചവിട്ടി തേക്കും പോലെ ഇവര് എറിഞ്ഞു കളഞ്ഞത്. ഇപ്പോൾ വലിച്ചെറിഞ്ഞ ഈ ഏറുണ്ടല്ലോ ജീവിതാവസാനം വരെ എൻ്റെ കണ്ണിൽ നിന്നും മായില്ല. തുടർന്ന് ആദിയും അരുണും അഖിലിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, എന്തായാലും നിങ്ങൾ ഹാപ്പിയാണല്ലോ, അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് അമ്മ ഈ ചെയ്ത പ്രവൃത്തിക്ക് ഒരു ദിവസം ശ്യാമയുടെ ഔദാര്യത്തിന് വേണ്ടി അമ്മ ശ്യാമയുടെ മുന്നിൽ കാത്തു നിൽക്കും. ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ്, ഓഹോ അങ്ങനെയൊക്കെയാണോ നിന്റെ വിചാരം? അതൊന്നും നടക്കാനേ പോകുന്നില്ല. പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാ, നീ എൻ്റെ മകനാ, ഞാൻ നിനക്ക് കൂടുതൽ വാത്സല്യവും തന്നിട്ടുണ്ട്. നിനക്കെന്നോട് എന്ത് സ്വാതന്ത്ര്യവും കാണിക്കാം. നീ തരുന്ന സമ്മാനം ഞാൻ വാങ്ങുകയും ചെയ്യും. പക്ഷേ അതുപോലെയല്ല ഇവള്. ശ്യാമയുണ്ടെങ്കിലേ ഞാനുള്ളൂ. ശ്യാമ എൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ശ്യാമേ, അത്യാവശ്യം തുണികളും ബാക്കി വേണ്ട സാധനങ്ങളും മാത്രം ബാഗിലാക്കി പെട്ടെന്നിറങ്ങി വാ, നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. തുടർന്ന് ശ്യാമ മുകളിലേക്ക് പോകുമ്പോൾ വർമ്മ ചോദിക്കുകയാണ്, മോനെ നീ എന്ത് ചെയ്യാൻ പോവുക? ഞങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണച്ചാ. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അഖി, നീ ചുമ്മാ എടുത്തടിച്ച പോലെ ഓരോ തീരുമാനങ്ങൾ എടുക്കരുതെന്ന് അരുൺ പറയുന്നു. അമ്മേ, അവരോട് പോകല്ലെന്ന് പറയാൻ അമൃത പറയുമ്പോൾ വസുന്ധര പറയുകയാണ്, എൻ്റെ മോനോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവളോട് ഞാൻ അങ്ങനെ നിൽക്കാനും പറഞ്ഞിട്ടില്ല. വസു, നീ ഇനിയെങ്കിലും നിന്റെ പിടിവാശി ഉപേക്ഷിക്കുക. അഖി, ഞാനിതിന് സമ്മതിക്കില്ലെന്ന് വർമ്മ പറയുന്നു. തുടർന്ന് ശ്യാമ തന്റെ പെട്ടിയുമായി താഴേക്ക് വരികയാണ്. പോകരുതെന്ന് പറഞ്ഞ് അമൃതയും ആദിയും ചേർന്ന് അവരെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിലും ഞാൻ എന്താണെങ്കിലും പോകുമെന്ന് പറഞ്ഞ് വസുന്ധര എറിഞ്ഞ സമ്മാനപ്പൊതി കൂടി കയ്യിലേക്ക് എടുക്കുകയാണ് അഖിൽ. തുടർന്ന് താൻ ഇതുവരെ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് വസുന്ധരയുടെ കാലിൽ വീഴുകയാണ് ശ്യാമ. താൻ കാണിച്ചത് ധിക്കാരമായി തോന്നരുതെന്ന് പറഞ്ഞ് വർമ്മയുടെയും കാല് തൊട്ട് വന്ദിക്കുകയാണ് ശ്യാമ. വാ ശ്യാമേ, നമുക്കിറങ്ങാമെന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, നിൽക്ക് സാർ, ഞാൻ ഒരു കാര്യം എടുക്കാൻ മറന്നുപോയി. തുടർന്ന് ശ്യാമ മുറിയിലേക്ക് പോയി തന്റെ കൃഷ്ണവിഗ്രഹവും എടുത്തുകൊണ്ട് താഴേക്ക് വരികയാണ്. അങ്ങനെ അഖിലും ശ്യാമയും അവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധരയും മറ്റുള്ളവരും. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും കടൽ തീരത്ത് ഇരിക്കുന്നതാണ്. നമുക്ക് ഇന്നൊരു ഹോട്ടലിൽ മുറിയെടുക്കാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് തീരുമാനിക്കാമെന്ന് അഖിൽ പറയുമ്പോൾ വിവേകിന്റെ കാര്യം തിരക്കുകയാണ് ശ്യാമ. വിവേക് ഇപ്പോൾ സ്ഥലത്തില്ലെന്നും അവനെയും കൂടി കാര്യങ്ങളെല്ലാം അറിയിക്കേണ്ടെന്നും അഖിൽ പറയുന്നു. അങ്ങനെ അവരവിടെ നിന്ന് തിരിക്കാൻ പോകുമ്പോഴാണ് വാസുദേവനെയും അരവിന്ദനെയും കാണുന്നത്. കാര്യങ്ങളെല്ലാം ഞങ്ങളോട് അമൃത മോളെ വിളിച്ചു പറഞ്ഞിരുന്നു, നമുക്ക് വീട്ടിലേക്ക് പോകാം, നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഇന്നൊരു ഹോട്ടലിൽ താമസിച്ചോളാം എന്ന് ശ്യാമ പറയുമ്പോൾ അതൊന്നും വേണ്ടെന്നും ഇന്ന് എന്താണെങ്കിലും വീട്ടിലേക്ക് വന്നാൽ മതിയെന്നും വാസുദേവനും അരവിന്ദനും നിർബന്ധപൂർവ്വം പറയുകയാണ്. അങ്ങനെ വാസുദേവന്റെയും അരവിന്ദന്റെയും ഒപ്പം ശ്യാമയും അഖിലും വീട്ടിലേക്ക് ചെല്ലുന്നു. ഒരു കമ്പനിയുടെ തലപ്പത്തിരുന്നവരാ രണ്ടുപേരും. എന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ അവസ്ഥ എന്താണെന്ന് എന്ന് ജയന്തി പറയുമ്പോൾ അഖിൽ പറയുകയാണ്, അച്ഛാ, നാളെ തന്നെ ഞാനൊരു പുതിയൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ശ്യാമ ഇപ്പോൾ തൽക്കാലം ജോലിക്കൊന്നും വിടുന്നില്ല. തുടർന്ന് വീണ്ടും ജയന്തി പരിഹാസപൂർവ്വം ഓരോന്ന് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, ഏട്ടത്തി, ഇതെന്റെയും കൂടി വീടാണ്, ഇവിടെ താമസിക്കാൻ എനിക്ക് ഏട്ടത്തിയുടെ അനുവാദമൊന്നും വേണ്ട. പറഞ്ഞുകൊണ്ട് അഖിലും ശ്യാമയും അകത്തേക്ക് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അതുപോലെ തന്നെ അഖിലിനും മറ്റുള്ളവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ് ശ്യാമ. അതേസമയം ജയന്തി അങ്ങോട്ടേക്ക് വരികയും ആഹാരം രുചിച്ചു നോക്കുകയും ചെയ്യുന്നു. വളരെ ടേസ്റ്റ് ആണല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ജയന്തി പറയുകയാണ്, ഇവൾക്ക് എന്താണെങ്കിലും ഒരു കൊട്ടു കൊടുക്കാം. എന്ത് ആഹാരമാ ശ്യാമി നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒരു കാശിന് കൊള്ളില്ലെന്ന് ജയന്തി പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, എങ്കിലും ഏട്ടത്തിക്ക് വേണ്ടിയുള്ള ആഹാരം തനിയെ ഉണ്ടാക്കിയോ, ഞാൻ ഉണ്ടാക്കിയ ആഹാരം ഏട്ടത്തി കഴിക്കണ്ട പറഞ്ഞുകൊണ്ട് ശ്യാമ അവിടെ നിന്ന് പോകുമ്പോൾ ജയന്തി ദേവകിയോട് പറയുകയാണ്, അത് കുഴപ്പമില്ല, അവൾക്ക് സങ്കടമാകണ്ട, ഞാൻ ഇത് തന്നെ കഴിച്ചോളാം.
പിന്നീട് കാണിക്കുന്നത് ദേവകി പറയുമ്പോൾ ശ്യാമ അഖിലിനുള്ള ചായയുമായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നതാണ്. ശ്യാമ അഖിലിനെ തട്ടി വിളിക്കുമ്പോൾ അഖിൽ പറയുകയാണ്, കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാ ഒന്ന് നന്നായി ഉറങ്ങിയത്. മനസ്സിന്റെ ഭാരമെല്ലാം പോയതുപോലെയുണ്ട്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കും ധൈര്യം കിട്ടിയതുപോലെയാ തോന്നുന്നത്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുമല്ലോ, അത് തന്നെ നല്ല കാര്യം. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ടെൻഷനോടെ ഇരിക്കുന്ന ആദ്യയുടെ അടുത്തേക്ക് വരികയാണ് അമൃത. ആദ്യേട്ടൻ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോകണമെന്നും അഖിയുടെ കാര്യം പുറത്തിട്ട് ഒരു സമാധാനവുമില്ലെന്ന് ആദി പറയുന്നു. എന്തെങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം ആദ്യേട്ടാ എന്ന് അമൃത പറയുമ്പോൾ അമൃതയുടെ തീരുമാനത്തോട് യോജിക്കുകയാണ് ആദി. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അടുക്കളയിലേക്ക് വരുന്ന ജയന്തി അഖിലിന് വേണ്ടി ശ്യാമ മാറ്റിവെച്ച ആഹാരം മുഴുവൻ എടുത്ത് കഴിക്കുകയാണ്. ഇന്ന് അവളുടെ അഖിൽ സാറ് ആഹാരം കഴിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന് ജയന്തി പറയുന്നു. അതേസമയം ദേവകി അടുക്കളയിലേക്ക് വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.